സോ നമ്പർ എന്ന ബ്രാൻഡ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് നമ്പർ ബഡ്സ് പ്രോ GT9 എന്ന് പറഞ്ഞ ഗെയിമിംഗ് TWS. ആ ഒരു ഗെയിമിംഗ് TWSന് ശേഷം ആ ഒരു സക്സസിന് ശേഷം നമ്പർ എന്ന ബ്രാൻഡ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന TWS ആണ് നമ്പർ ബഡ്സ് പ്രോ GT99. ഇന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു TWSന്റെ റിവ്യൂ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കുക. സോ ഫസ്റ്റ് ആയിട്ട് എന്റെ ലുക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഡിസൈൻ ആണ് നമ്മുടെ TWS വന്നിട്ടുള്ളത്. അത്യാവശ്യം ബൾക്കിയാണോ ചോദിക്കണേ, അത്യാവശ്യം ബൾക്കിയാണ്, പക്ഷേ വെയിറ്റ് അത്രയും തന്നെ ഇല്ലാതാനും. അതുപോലെ തന്നെ ബോക്സിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ LED ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു യൂണീക്ക് കളർ ഡിസൈനിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കഥാനായകനായിട്ടുള്ള നമ്മുടെ TWS ആണ്. ഇതാണ് TWSന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. TWSനകത്ത് മാറ്റ് ഫിനിഷ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ആയാലും ഫിംഗർ പ്രിന്റ് സ്മജസും വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. നെക്സ്റ്റ് ആയിട്ട് ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി 11mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഈ TWSനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് വെർഷൻ ആയിട്ടുള്ള GT9നെക്കാളും എന്തുകൊണ്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് GT99 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി GT99 ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി, നല്ല ബേസും ഒക്കെ ഇതിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഗെയിമിംഗ് മോഡ്. 35ms ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു TWS ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് സൗണ്ട് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. മ്യൂസിക് ക്വാളിറ്റി ആയാലും ഗെയിമിംഗ് ക്വാളിറ്റി ആയാലും ഈ ഒരു TWS ഇന്ന് നല്ലൊരു ക്വാളിറ്റിയാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പ്രീവിയസ് വെർഷൻ ആയിട്ടുള്ള TWSനേക്കാളും കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഗെയിമിംഗ് മോഡിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇതിന് ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് TWSന്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ കോഡ് മൈക്ക് സെറ്റപ്പ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇയർബഡ്സിനകത്ത് 2 മൈക്ക് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ENC സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മൈക്ക് ക്വാളിറ്റിയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിം ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി മൈക്കിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ച് സെൻസേഴ്സ് ആണ് അല്ലെങ്കിൽ ടച്ച് കൺട്രോൾ ആണ് ഈ TWSനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കോൾസ് ഒക്കെ പിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ, പ്ലേ അല്ലെങ്കിൽ പോസ്, അതല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ TWSനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IPX5ന്റെ സ്വെറ്റ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് TWSനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വിയർപ്പും അത്യാവശ്യം വെള്ളത്തുള്ളിയൊന്നും അകത്ത് പോയാൽ തന്നെ ഇതിന് യാതൊരുവിധ ഡാമേജസ് ഉണ്ടാവത്തില്ല. സോ ഹെവി യൂസിന് ഇത് ഒരിക്കലും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതായത് മഴയത്തോ അങ്ങനെയുള്ള യൂസിനൊന്നും ഉപയോഗിക്കരുത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ TWSനകത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ചാർജിലൂടെ, അതായത് നമ്മൾ ഒറ്റ പ്രാവശ്യം ഒരു ഇയർബഡ്സ് ചാർജ് ചെയ്യുവാണെങ്കിൽ അപ് ടു 3 hours പ്ലേ ബാക്ക് ടൈം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ കേസ് ഫുൾ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 50 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കേസ് ഫുള്ളി ചാർജ് ചെയ്യാനായിട്ട് അറൌണ്ട് ഒരു 1 to 2 hours എടുക്കുന്നുണ്ട്. ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗെയിംസ് ഒക്കെ കളിച്ചാലും അതുപോലെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയ സമയത്തും എനിക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫൈനലായിട്ട് നോക്കാൻ പോകുന്നതിന്റെ പ്രൈസിംഗ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള TWSനകത്ത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ഉണ്ടായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. ഫ്ലിപ്കാർട്ടിനകത്ത് അറൌണ്ട് 1199 നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ 3 കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫൈനലി ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള TWS ഈ ഒരു പ്രൈസ് പോയിന്റ് നല്ലതാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നല്ലതാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. കാരണം ഇത്രയധികം വില കുറവില്ല, അതായത് ഒരു 1200 1300 രൂപയ്ക്ക് ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ ലഭിക്കുന്ന ഈ ഒരു TWS എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന TWS തന്നെയാണിത്. മെയിൻ ആയിട്ടും ഗെയിമേഴ്സിനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് മസ്റ്റ് ബി ബൈ ആയിട്ടുള്ള TWS ആണിത്. സോ അതൊക്കെയാണ് നമ്മുടെ നമ്പർ ബഡ്സ് പ്രോ GT99 എന്ന് പറഞ്ഞ ഗെയിമിംഗ് TWSന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.